അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് കുറേ ഫിഷിംഗ് ടാങ്കിൻ്റെ കണ്ടോ, ഇവിടെ എല്ലാം ടാങ്കാണ്. ഇവിടെ എല്ലാം ടാങ്ക് വെച്ചിട്ടുണ്ട്. ഈ ഫിഷിംഗ് ടാങ്കിൻ്റെ എല്ലാം അടുത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ GoPro ഫുള്ള് ഫിഷിംഗ് ടാങ്കിനകത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ടാങ്ക് അല്ലെങ്കിൽ ഈ മീനൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്കത് കാണാനായിട്ട് രസമുണ്ട്. പക്ഷേ ഇത് ടാങ്കിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു മീനെ എങ്ങനെ കാണുന്നു, ഇതൊക്കെ നമ്മൾ ആ ഒരു വീഡിയോ കൂടെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ഇതിൻ്റെ വിഷ്വലാണ്. ടാങ്കിനകത്ത് നിന്നൊരു മീൻ നമ്മളെങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്, നമ്മൾ തീറ്റയിട്ട് കൊടുക്കുന്നത്, നമ്മളെ മീൻ ഇതിനുള്ളിൽ കൂടെ എങ്ങനെയാണ് കാണുന്നത്, ആ ഒരു ആംഗിളിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോവാം. കിട്ടോ ഇട്ട് കൊടുക്ക. ഫ്രണ്ട്സ്, ഇത് ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇവിടെ കാണാം. ഇത് ഒരു ദിവസമേ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് GoPro ഇടാൻ പറ്റത്തില്ല. എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഫൈറ്റർ. ചെറിയൊരു ബബിൾസ് കാണാം. അതെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. അത് മുട്ടയിട്ടേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് GoPro ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത് എന്തെങ്കിലും ഡാമേജ് അങ്ങനത്തെ ആകുന്നതുകൊണ്ട് ഇതിനകത്ത് മാത്രം ഞാൻ GoPro ഇടുന്നില്ല. നമുക്കപ്പം ബാക്കി ഇതിനകത്ത് നോക്കാം. നമ്മളിപ്പം അതിനകത്താണ് ഇട്ടത്. അടുത്ത് ഇതിനകത്ത് ഇടാൻ പോവാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ടാങ്കിലിട്ട് കഴിഞ്ഞ് ഇനി ഇവിടുത്തെ ഒരു വലിയ ടാങ്കാണിത്. ഇതിനകത്ത് വലിയ മീനൊക്കെ ഉണ്ട്. അതിനകത്ത് നമ്മളിതിടാൻ പോവാന്നേ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലൈറ്റ് എടുത്തിട്ടുണ്ട് GoProയുടെ. കാരണം ആ ടാങ്കിനകത്ത് വെട്ടം ഇച്ചിരി കുറവാണ്. അപ്പം നമ്മൾ ഈ ലൈറ്റും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് അതിനകത്തിടാം. സംഭവം നമ്മൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് കടിക്കുന്ന മീനൊന്നും ഇല്ലല്ലോ. ലൈറ്റിൽ വെള്ളം കയറുമോ? ഇല്ല. ഒരു വാട്ടർ പ്രൂഫ്. സൈഡിലോട്ട് പോയി നോക്കാം. അതിനകത്ത് വേറെ മീനുണ്ട്, വലിയ മീനുണ്ട്. അങ്ങ് സൈഡിലൂടെ വലുത് പോയി കൂറ്റാൻ സാധനം. ഓ, അതെന്തോ. വാ, ഇങ്ങോട്ട് വാ.
അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ഈ അക്വേറിയത്തിനകത്തെ വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് മാത്രമല്ല, ഇത് കൂടാതെ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന എല്ലാം ഫിഷിംഗ് ടാങ്കാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആഴം കൂടിയ ഐറ്റമാണ് ഇവിടെ. ഇതിനകത്താണ് ആ വലിയ മീനെയൊക്കെ നിങ്ങൾ കണ്ടത്. അപ്പം ഇതിന് എല്ലാം കൂടി ഇട്ട് ഞാൻ വെറുതെ വെറുപ്പിക്കുന്നില്ല. അപ്പം ഇതിനകത്ത് ഏതൊക്കെ മീനാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇതെല്ലാം ഗപ്പിയാണ്. ഗപ്പി. ഓക്കെ. ഇതെല്ലാം ഗപ്പിയാണ്. നമ്മുടെ ആൽബിനോ, റെഡ് ടെക്സിഡോ, ഹാഫ് റെഡ്. ഇതിനകത്ത് കുറേ മീനുണ്ട് അല്ലേ? ഇതിനകത്ത് കുറേ മീനുണ്ട്. ഈ സൈഡിൽ കാണാം. ഇതെല്ലാം ടെക്സിഡോ ആണ് കിടക്കുന്നത്. യെല്ലോ ടെക്സിഡോ ഉണ്ട്, ഷോർട്ട് ടൈൽ ഉണ്ട്. ഇതിനകത്തെല്ലാം അങ്ങനെ ഓരോന്നിനും മാറ്റിയിട്ടേക്കുവാണ് സെപ്പറേറ്റ് ബ്രീഡിങ്ങിന് വേണ്ടി. അങ്ങനെ 2, 3, 4 ജോഡി വെച്ചാണ് എല്ലാത്തിനകത്തും ഫിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് മൊയിനെ കൾച്ചർ ചെയ്തേക്കുവാണ് കടലപ്പിണ്ണാക്കിനകത്ത്. മൊയിന മീനിന്റെ ഫുഡാ? മീൻ കൊടുക്കുന്ന ലൈവ് ഫുഡാണ് ഗപ്പി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇതെന്താ? ഫൈറ്ററിന്റെ പെണ്ണിനെ പ്രത്യേകം ലൈവ് ഫുഡ് കൊടുത്ത് ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടേക്കുന്നതാണ് ഇതിനെ. ഇതിപ്പോ ബ്രീഡിങ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടേക്കുവാ. ഈ വലിയ ടാങ്കിനകത്ത് ജെന്റ് ഗൗരാമി കിടപ്പുണ്ട്. അത് 2 എണ്ണം വലുത് കിടപ്പുണ്ട്. ഒരെണ്ണം 4 കിലോയ്ക്ക് അടുത്തോളം വരും. പിന്നെ ഷാർക്ക് കിടപ്പുണ്ട്. അതും ഒരു 4 കിലോളം വരും ഒരെണ്ണം. ബാക്കിയൊക്കെ 1 കിലോ 2 കിലോ വരുന്ന ചെറുതാണ്. പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്, കാർപ്പുണ്ട്, സാധാ കിസിംഗ് ഗൗരാമി 2 എണ്ണം കിടപ്പുണ്ട്. ഇതൊക്കെയാണ് കിടക്കുന്നത്. ഇത് വിനെഗർ ഈൽ എന്ന് പറഞ്ഞ ഒരു ലൈവ് ഫുഡാണ്. ഇതിനകത്തുണ്ട്. തീരെ ചെറിയ പൊടിയാണ്, കാണാൻ സാധിക്കത്തില്ല, അത്രയ്ക്ക് ചെറിയ പൊടിയാണ്. ഇത് വിനാഗിരിക്കകത്താണ്, ആപ്പിൾ വിനാഗറിനകത്താണ് കൾച്ചർ ചെയ്തിരിക്കുന്നത്. ഇത് മീന് തിന്നാൻ കൊടുക്കുന്ന, അത് മുട്ടയിട്ട് വിരിയുന്ന മീൻ കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് 3 ദിവസം കഴിയുമ്പോൾ കൊടുക്കുന്ന തീറ്റയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇവിടുത്തെ കുറച്ച് മീൻ വിശേഷങ്ങൾ മാത്രം. ഇപ്പം ഇവിടെ കാണും, ഇതൊരു ഭാഗത്തെ മാത്രം മീനുകളാണ്. പിന്നെ മേളിൽ ഈ അക്വാപോണിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതെന്താണെന്നും ബാക്കി മീനിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ എന്താണെന്നും ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് ആ ഒരു മീനിൻ്റെ വ്യൂ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പം എന്താ പറയുക, ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അയ്യോ,